ഹായ് ഫ്രണ്ട്സ്, ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് വില കുറഞ്ഞൊരു പ്രോജക്റ്റ് ഉണ്ടാക്കാനാണ് പോകുന്നത്. വളരെ എളുപ്പത്തിൽ തന്നെ എല്ലാവർക്കും വീട്ടിൽ നിർമ്മിക്കാൻ പറ്റുന്ന ഒരു പ്രൊജക്ടറാണ് നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. ഈ പ്രൊജക്ടർ ഉണ്ടാക്കാനായി ആവശ്യമുള്ളത് ഒരു പെട്ടിയും അതുപോലെ തന്നെ ലെൻസും, അതുപോലെ ഈ ലെൻസിൻ്റെ അളവിൽ പെട്ടി കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു കത്തിയുമാണ് നമുക്ക് ആവശ്യം. വളരെ എളുപ്പത്തിൽ തന്നെ എല്ലാവർക്കും ഉണ്ടാക്കാൻ സാധിക്കുന്ന ഒരു പ്രൊജക്ടറാണ്. അപ്പോൾ നിങ്ങൾ ഇതുവരെ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത് വരുന്ന ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്ത് ഞങ്ങളുടെ നല്ല വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കും. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക്. അപ്പോൾ എങ്ങനെയാണ് ഒരു വില കുറഞ്ഞിൽ ഒരു നല്ലൊരു പ്രൊജക്ടർ ഉണ്ടാക്കുമെന്ന് നോക്കാം. അപ്പോൾ നമ്മൾ ആദ്യം നമ്മൾ എടുത്തു വെച്ച ലെൻസ് നമുക്ക് ആ പെട്ടിയുടെ അളവിൽ തന്നെ മുറിച്ചെടുക്കേണ്ടതുണ്ട്. അപ്പോൾ നമ്മൾ ലെൻസ് വെച്ചതിന് പേന കൊണ്ടോ മാർക്കർ കൊണ്ടോ ഒന്ന് മാർക്ക് ചെയ്യുക. അപ്പോൾ അത് മാർക്ക് ചെയ്യുകയാണ്. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മളത് മാർക്ക് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം നമ്മളത് കട്ട് ചെയ്യുകയാണ് വേണ്ടത്. കത്തിരിക്കയോ അല്ലെങ്കിൽ ചെറിയ നൈഫ് എന്തെങ്കിലും ഉപയോഗിച്ചിട്ടാണ് നമ്മളത് കട്ട് ചെയ്യുന്നത്. ലെൻസിൻ്റെ അതേ കറക്റ്റായിട്ട് കിട്ടിയാൽ നമുക്ക് ലെൻസ് ഫിറ്റായിട്ട് തന്നെ അതിലിരിക്കും. അപ്പോൾ നമുക്ക് വേറെ പശ അങ്ങനെയൊന്നും ഉപയോഗിക്കേണ്ടതില്ല. അപ്പോൾ നമുക്കിതൊന്ന് ശരിക്ക് കട്ട് ചെയ്ത് ലെൻസിൻ്റെ വലുപ്പത്തിൽ തന്നെ ആക്കാം. അപ്പോൾ നമ്മളിത് ലെൻസിൻ്റെ ആ ഷേപ്പിൽ തന്നെ വെട്ടിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ലെൻസ് ഒന്ന് അതിൽ കറക്റ്റായിട്ട് ഇരിക്കുന്നുണ്ടോ എന്നൊന്ന് വെച്ച് നോക്കാം. അപ്പോൾ ലെൻസ് ഒരുവിധം കറക്റ്റായിട്ട് തന്നെയാണ് ഇതിലിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ കറക്റ്റ് അളവിൽ തന്നെ നമ്മൾ വെട്ടിയെടുത്തു. തെറ്റാണ്ട് വെട്ടിയാൽ നമ്മുടെ ലെൻസ് കറക്റ്റ് ഫിറ്റായിട്ട് അതിലിരുന്നുള്ളൂ. ഇപ്പോൾ നമ്മൾ വെട്ടിയതുപോലെ എല്ലാവരും കറക്റ്റായിട്ട് വെട്ടാൻ ശ്രദ്ധിക്കുക. അപ്പോൾ നമുക്കിനി ലെൻസിൻ്റെ ഭാഗത്തൊന്നും നോക്കാമെന്ന് കറക്റ്റായിട്ടുണ്ടോയെന്ന്. അപ്പോൾ ഈ തെർമോകോൾ എന്തിനാണെന്ന് വെച്ചാൽ നമുക്ക് ഫോണ് ചാരി വയ്ക്കാൻ വേണ്ടി ഒരു സ്റ്റാൻഡ് ഉണ്ടാക്കാനാണ്. അപ്പോൾ ഇത് കറക്റ്റ് അളവിനൊന്ന് കട്ട് ചെയ്യണം. അപ്പോൾ ഇത്തിരി വലിപ്പം കൂടുതലാണ്. അപ്പോൾ നമുക്കൊരു തരിയും കൂടി കട്ട് ചെയ്യാം. ഫോൺ അങ്ങനെ ചാരി വയ്ക്കാനാണ് ഈ തെർമോകോൾ നമ്മൾ എടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് തെർമോകോൾ കറക്റ്റ് സൈസിൽ നമുക്ക് കട്ട് ചെയ്യാം. അപ്പോൾ നമ്മൾ തെർമോകോൾ കട്ട് ചെയ്തിട്ടുണ്ട്. നമുക്ക് നോക്കി നോക്കാം. അപ്പോൾ നമ്മൾ ഫോൺ ഇതിൽ ചാരി വെച്ച് പൊസിഷൻ കറക്റ്റാക്കാൻ വേണ്ടിയാണ് നമ്മളിത് ഉപയോഗിക്കുന്നത്. ഇങ്ങനെയാണ് ഇത് ഇരിക്കേണ്ടത്. നമുക്ക് അങ്ങോട്ടും അഡ്ജസ്റ്റ് ചെയ്യാനും നീക്കാനും ഒക്കെ സാധിക്കും. ഫോണ് നമ്മൾ ഒരു വീഡിയോ ഇതാക്കിയ ശേഷം നമ്മൾ ഇതിൽ വെക്കുകയാണ് വേണ്ടത്. നമ്മൾ എന്നിട്ട് ലെൻസിൻ്റെ ഭാഗത്തേക്ക് അടുപ്പിച്ച് നോക്കുക കറക്റ്റ് ഫോക്കസ് ആവാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതിപ്പോൾ ഫോണിൽ ലൈറ്റ് ഇല്ലാത്ത കാരണമാണ് ഇത്ര ക്ലിയർ ആവാത്തത്. ശരിക്കും കാണുമ്പോൾ നമുക്ക് നല്ല ക്വാളിറ്റിയിൽ തന്നെ കാണാൻ സാധിക്കും. നമുക്ക് എത്ര വേണമെങ്കിലും വലുതായിട്ട് കാണുവാനും അതുപോലെ തന്നെ ചെറുതാക്കി കാണുവാനും ഒക്കെ സാധിക്കും. സ്ഥലത്തിനനുസരിച്ച് നമുക്ക് എത്ര വേണമെങ്കിലും ഇത് വലുതാക്കാൻ സാധിക്കും. ചെറിയ ലെൻസ് ഉപയോഗിച്ചുണ്ടാക്കിയാലും കുഴപ്പമില്ല, ചെറിയ സ്ക്രീൻ ആയിരിക്കുമെന്നേ ഉള്ളൂ. വലിയ ലെൻസ് ഉപയോഗിക്കുമ്പോൾ ഇത്തിരി ക്വാളിറ്റിയിൽ നമുക്ക് കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഇത് നമ്മൾ പ്രൊജക്ടർ ഓൺ ആക്കി വെച്ചിട്ടുള്ളതാണ്. നമ്മൾ ഫോണിൻ്റെ ബ്രൈറ്റ്നസ് ഫുള്ളായിട്ട് ഇടുക. അപ്പോൾ നമുക്ക് ഇത്തിരി ക്വാളിറ്റിയിൽ നമുക്ക് കാണാൻ സാധിക്കും. നമ്മൾ ഫോണിൽ ഷൂട്ട് ചെയ്യുന്നത് കൊണ്ടാണ് ഇത്രയും ക്ലിയർ ആയിട്ട് കാണുന്നത്. നമ്മൾ നേരിട്ട് കാണുമ്പോൾ നല്ല ക്വാളിറ്റിയിൽ തന്നെയാണ് കാണാൻ സാധിക്കുന്നത്. നമ്മൾ പ്രൊജക്ടർ ഓൺ ആക്കുമ്പോൾ ലൈറ്റൊന്നും ഇല്ലാത്ത തീരെ വെട്ടമില്ലാത്ത സ്ഥലത്തിരിക്കുമ്പോൾ നമുക്ക് അത്രയും ക്ലിയർ ആയി തന്നെ കാണാൻ സാധിക്കും. നല്ല രസമാണ് ഇത് കാണുവാൻ. വളരെ എളുപ്പത്തിൽ തന്നെ ഇത് ഉണ്ടാക്കുവാൻ സാധിക്കും. നമ്മൾ ഉപയോഗിച്ചിരിക്കുന്ന പെട്ടിയുടെ മൂടി കൊണ്ട് തന്നെ മൂടി വെച്ചാൽ പുറത്തു നിന്നുള്ള വെളിച്ചമുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോനെ അത് ബാധിക്കില്ല. നല്ല ക്വാളിറ്റിയിൽ തന്നെ നമുക്ക് കാണാൻ സാധിക്കും. ഫ്രണ്ട്സ്, നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് എങ്ങനെ ഉണ്ടാക്കുന്നത് മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ വളരെ എളുപ്പത്തിൽ തന്നെ വളരെ വില കുറവിൽ എങ്ങനെ ഒരു പ്രൊജക്ട് ഉണ്ടാക്കാം. ഇത് നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത് ഈ ഫോൺ ഇവിടെ അങ്ങനെ വെച്ച് ചാരി വെക്കാനാണ്. വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് ഇവിടെ അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യാൻ സാധിക്കും. നമ്മുടെ ഫോക്കസ് ചെമ്പരുമേലോ അങ്ങനെ ഫോക്കസ് ആവുന്നതിനനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്ത് മാറ്റാം, അല്ലെങ്കിൽ പെട്ടി നമുക്ക് നീക്കാം. ഗോൾഡൻ ലെൻസ് വെച്ച് എല്ലാവർക്കും മനസ്സിലായി വരുന്നത് നമ്മളിവിടെ ഫോൺ ഇങ്ങനെ ചാരി വെക്കുകയാണ് ചെയ്യുന്നത്.
ഫോണിൽ ഫുൾ ബ്രൈറ്റ്നസ് ഇടുക. അപ്പൊ ഇത്തിരി ക്ലിയർ ആയിട്ട് കാണാൻ സാധിക്കും. തീരെ വെളിച്ചമില്ലാത്ത സമയത്താണെങ്കിൽ ഇത്തിരി നല്ലതായിരിക്കും. അപ്പൊ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ചെയ്യുക. ഞങ്ങൾ നല്ല വീഡിയോസ് നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കും. അപ്പൊ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായെന്ന് വിചാരിക്കുന്നു. അപ്പൊ നിങ്ങൾ ഉപകാരപ്രദമായ മറ്റുള്ളവർക്ക് ഉപകാരപ്രദമായ നിങ്ങൾ ഈ വീഡിയോ എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പൊ ഇത്രയാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. അപ്പൊ വീണ്ടും ഞങ്ങൾ ഇതുപോലെ പുതിയ വീഡിയോയുമായി നിങ്ങളുടെ അടുത്തേക്ക് വരും. അപ്പൊ നിങ്ങൾ അതിനു വേണ്ടി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കാത്തിരിക്കുന്നു.